PC ടോക്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് മലയാളം ക്ലാസ് എടുക്കുമ്പോൾ തുറന്നു ചോദിക്കാൻ സാധ്യതയുള്ള മലയാളം പഠന രീതികൾ, പഠനാശയങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ചെറിയൊരു ക്ലാസ്സാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭാഷാ പഠന ലക്ഷ്യങ്ങൾ ഏതെല്ലാം ആയിരിക്കുമെന്ന ഒരു ചോദ്യമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ ചോദ്യം. നമ്മൾ ഭാഷ പഠിക്കുന്നതിലൂടെ എന്തെല്ലാം ലക്ഷ്യങ്ങൾ, എന്തെല്ലാം നേട്ടങ്ങളാണ് കുട്ടിയിലേക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്? ഭാഷാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഭാഷകൾ അറിവ് നേടാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കും. വായിച്ചാണ് കുട്ടികൾ അറിവ് നേടുന്നത്. അതിന് ഭാഷ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാൻ, അതുപോലെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാൻ, യുക്തിസഹജമായിട്ട് ചിന്തിക്കാൻ, ഉത്തമ ബോധത്തോടെ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ, ഇതിനെല്ലാം തന്നെ ഭാഷാ വിദ്യാഭ്യാസം എന്നത് കുട്ടിക്ക് നേടേണ്ടത് അത്യാവശ്യമാണ് എന്നതിന് ഉദാഹരണമാണ്. ഈ ലക്ഷ്യങ്ങളെല്ലാം ആശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കാനും, സർഗാത്മകത വികസിപ്പിക്കാനും, യുക്തിസഹജമായി ചിന്തിക്കുവാനും, ഉത്തമ ബോധത്തോടെ തിരഞ്ഞെടുപ്പുകൾ നടത്താനും ഭാഷാ വിദ്യാഭ്യാസം കുട്ടിയെ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ, നമ്മുടെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ അതിൻ്റേതായ നമുക്ക് സംഭാവനകൾ ചെയ്യാനും, അവിടെ നടക്കുന്നവ എന്താണെന്ന് മനസ്സിലാക്കാനും, നമ്മുടേതായ ആശയങ്ങൾ, അതായത് കുട്ടികളുടെ ആശയങ്ങൾ അവിടേക്ക് നൽകുവാനും കുട്ടി ഭാഷയിൽ പ്രാവീണ്യം നേടിയിരിക്കണം. നമ്മുടെ ഭാഷ മാത്രമല്ല, മറ്റു ഭാഷകളും ഒരുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നും ആ ഭാഷകളും നമ്മളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് എന്നതും കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻ്റർവ്യൂവിനിടയിൽ നമ്മളോട് മലയാളം ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടുകയോ അതല്ല നിങ്ങളുടെ താല്പര്യത്തിന് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മലയാളം സെലക്ട് ചെയ്യുകയോ ആണെങ്കിൽ അതിനെ തുടർന്നായിരിക്കും ഇത്തരം ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുക. അടുത്തതായി ചോദിക്കാവുന്ന ഒന്നാണ് മാതൃഭാഷാ പഠനം എങ്ങനെ രസകരമാക്കാം എന്നുള്ളത്. അത് തീർച്ചയായും എങ്ങനെയാണ് അധ്യാപകൻ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. മലയാളം ക്ലാസ്സുകൾ വളരെ എൻഗേജിങ് ആയിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വ്യത്യസ്തങ്ങളായ വ്യവഹാര രൂപങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറിപ്പുകൾ, അനുഭവക്കുറിപ്പുകൾ, നിരീക്ഷണക്കുറിപ്പ്, ചർച്ചാക്കുറിപ്പ്, അതുപോലെ തന്നെ പ്രതികരണക്കുറിപ്പ്, താരതമ്യക്കുറിപ്പ്, മറ്റൊന്നാണ് നാടകം, കത്ത്, അഭിമുഖ ചോദ്യാവലി, കഥാപാത്ര നിരൂപണം, പോസ്റ്റർ, മുദ്രാഗീതങ്ങൾ, നോട്ടീസ്, പത്രവാർത്തകൾ തയ്യാറാക്കൽ, ലേഖനങ്ങൾ, കവിത, കഥ, കാർട്ടൂണുകൾ. എഴുതാൻ കഴിവ് ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് കാർട്ടൂണുകൾ അവർക്ക് നൽകാം. ഏത് സബ്ജക്റ്റിനെ പറ്റി ക്ലാസ് എടുക്കുകയാണെങ്കിലും കാർട്ടൂണുകൾ നൽകാം. വിവരണം എഴുതി വായിക്കാം. അതുപോലെ തന്നെ വർണ്ണനകൾ, ഇവയെല്ലാം തന്നെ ക്ലാസ്സിനെ എൻഗേജിങ് ആക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആസ്വാദനക്കുറിപ്പ്. ഒരുവിധം എല്ലാ കവിതാ ഭാഗങ്ങൾ എടുക്കുമ്പോഴും ആസ്വാദനക്കുറിപ്പ് നിർബന്ധമായും എഴുതിക്കുന്നതാണ്. ജീവചരിത്രക്കുറിപ്പുകൾ, ആത്മകഥ, ഇവയെല്ലാം കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയതിന് ശേഷം കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത് ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ മനോഹരമാക്കാൻ, കുട്ടികൾക്ക് ക്ലാസ് രസകരമാക്കാനായിട്ട് വളരെയധികം ഉപയോഗപ്പെടുത്തുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ വ്യവഹാരങ്ങൾ ഏതെല്ലാമാണ്, ഓരോ ക്ലാസ് സന്ദർഭത്തിനും ഇണങ്ങിയ വ്യവഹാര രൂപങ്ങൾ ഏതാണെന്ന് അറിയുകയാണ് മലയാള ഭാഷാ അധ്യാപനത്തിനിടയിൽ അധ്യാപിക പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ജനനം മുതൽ കുട്ടി ചുറ്റുപാടുകളിൽ നിന്ന് കേട്ടുപഠിക്കുന്ന ഭാഷയാണ് മാതൃഭാഷ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വൈജ്ഞാനിക ശേഷി, യുക്തിചിന്ത, സാമൂഹിക ബോധം, സർഗാത്മക ചിന്ത എന്നിവ വളർത്തുന്നതിൽ മാതൃഭാഷയ്ക്കുള്ള പ്രാധാന്യം വളരെ അധികമാണെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്. കുട്ടിക്ക് ആത്മവിശ്വാസത്തോടെ സ്വയം പഠനത്തിലേക്ക് നയിക്കുന്നതിന് മാതൃഭാഷ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയണം. ജീവിത പരിസരത്ത് നിന്നും ആർജിച്ചെടുത്ത ഭാഷ ചിന്തയുടെ മാധ്യമം എന്ന നിലയിലാണ് പ്രയോഗിക്കേണ്ടത്. കേരളത്തിൽ മലയാളം
മാതൃഭാഷ ആണെങ്കിൽ പോലും തമിഴ്, കന്നഡ, തുളു, മറാത്തി, ഉറുദു എന്നിവ മാതൃഭാഷയായിട്ടുള്ള വ്യക്തികളും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല ഗോത്ര ഭാഷകളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഷാ വൈവിധ്യങ്ങൾ തിരിച്ചറിയുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കണം വളർന്നു വരുമ്പോൾ ഓരോ കുട്ടികളും. അതുപോലെ തന്നെ നമ്മുടെ 14 ജില്ലകളിലും നമുക്കറിയാം വ്യത്യസ്തമായ ലാംഗ്വേജ് ഡയലക്റ്റുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അവയുടെ പ്രത്യേകതകൾ അവ ഉപയോഗിക്കുന്നത് കൊണ്ടും അവയുടെ പ്രാധാന്യവും ഓരോ കുട്ടികളും പ്രധാനമായും ഭാഷാ പഠനത്തിലൂടെ അറിഞ്ഞിരിക്കണം. ഇതറിയാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വായനയാണ്. വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിച്ചിട്ടുള്ള എഴുത്തുകൾ അവ വായിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ള കുറിപ്പുകൾ, ഈ വീഡിയോയിൽ കാണുന്ന കുറിപ്പുകളെല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഹാൻഡ് ബുക്കുകളിൽ നിന്നും പിക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമെങ്കിൽ അത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഹാൻഡ് ബുക്കുകളിലും ടെക്സ്റ്റ് ബുക്കുകളിലും എങ്ങനെയായിരിക്കണം മാതൃഭാഷാ പഠനം എന്ന് അവർ എങ്ങനെയാണ് വേണ്ടത് എന്നവർ പറയുന്നത് വ്യക്തമായി ഈ കുറിപ്പുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാഷാ പഠന സാമഗ്രികളുടെ ജൈവികതയും കൃത്യതയുമാണ് പഠനത്തെ സ്വാഭാവികവും ഫലപ്രദവുമാക്കുന്നത്. ഭാഷാ പഠന സാമഗ്രികളെക്കുറിച്ചുള്ള ചോദ്യം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. മലയാള പഠന ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാ പഠന സാമഗ്രി എന്ന് പറയുന്നത് എപ്പോഴും പാഠപുസ്തകം തന്നെയാണ്. എങ്കിലും അതത് ക്ലാസ്സിൻ്റെ നിലവാരത്തിന് ഇണങ്ങും വിധം വായനാ സാമഗ്രികൾ സജ്ജമാക്കുക എന്നത് ടീച്ചറുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. വായനാ സാമഗ്രികൾ നമുക്ക് ക്ലാസ് ലൈബ്രറി, സ്കൂൾ ലൈബ്രറി, പ്രാദേശിക ലൈബ്രറി എന്നിവിടങ്ങളിൽ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് തീമാറ്റിക് ലൈബ്രറി എന്ന് പറയുന്നത്. ഓരോ പാഠഭാഗങ്ങളും കഴിയുമ്പോൾ അതിനോടനുബന്ധിച്ച് കുട്ടികൾ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് ഹാൻഡ് ബുക്കിൽ നമുക്ക് കാണാം. ആ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു തീമാറ്റിക് ലൈബ്രറി ടീച്ചർ നിർബന്ധമായും ക്ലാസ് റൂമിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പഠന പ്രക്രിയയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണിത്. പഠന സാമഗ്രികൾ എന്ന വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തീമാറ്റിക് ലൈബ്രറി എന്നത് ഉത്തരങ്ങളിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നവസാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠനം സാധ്യമാക്കുന്ന രീതികൾ ഇങ്ങനെയെല്ലാമാണ് ഇത് മലയാള ഭാഷാ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുക എന്നതിനെ പറ്റിയാണ് അടുത്തതായി പറയുന്നത്. ഭാഷാ പാഠപുസ്തകങ്ങളിൽ നവസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. പാഠപുസ്തകം, പഠന പ്രവർത്തനങ്ങൾ, പഠനോപകരണങ്ങൾ, ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഡിജിറ്റലായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഡിജിറ്റലായിട്ടുള്ള മെറ്റീരിയൽസ് വായിക്കാവുന്നതാണ്. ഈ ലൈബ്രറി അത് മറ്റൊന്നാണ്. പിന്നെ നമ്മുടെ ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്യുന്നത് വളരെയധികം ഇപ്പോഴത്തെ നിലവാരമനുസരിച്ച് കുട്ടികൾക്ക് പുതിയത് പുതിയ ടെക്നോളജി പരിചയപ്പെടുത്തുന്നതിന് നമ്മുടെ ക്ലാസ് ലൈബ്രറിയുടെ തന്നെ ഡിജിറ്റലൈസേഷൻ വളരെയധികം ഉപയോഗപ്പെടും. അടുത്തതായി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഷ ആസ്വദിക്കാൻ എന്തെല്ലാമാണ് കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടത്. കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും അതിനോടനുബന്ധിച്ച് കൂടുതലായി കഥകൾ, കവിതകൾ, നാടകങ്ങൾ, യാത്രാ വിവരണങ്ങൾ, നോവലുകൾ എന്നിവ അധ്യാപിക കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട അറിവ് അധ്യാപിക കരസ്ഥമാക്കിയിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ തുടർന്ന് പറയാവുന്ന മറ്റൊന്നാണ് അറിവെഴുത്ത്. നമ്മൾ ക്ലാസ്സുകളിൽ നോട്ട് ബുക്കുകൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അറിവെഴുത്ത് എന്നത്. പഠന പ്രക്രിയയുടെ ഭാഗമായി കുട്ടി എഴുതുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന നോട്ട് പുസ്തകമാണ് അറിവെഴുത്ത്. ആശയരൂപീകരണത്തിനായി തയ്യാറാക്കുന്ന ചെറുകുറിപ്പുകൾ മുതൽ കവിതകൾ, കഥകൾ തുടങ്ങിയ സർഗാത്മക രചനകളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്.
എഴുത്തിൽ കുട്ടിയുടെ സർഗാത്മക സ്വാതന്ത്ര്യം പ്രധാനമാണ്. ടീച്ചർക്ക് തിരുത്തലുകൾ നടത്താമെങ്കിലും കുട്ടികളുടെ കഴിവ് മുൻനിർത്തിയായിരിക്കണം ആ തിരുത്തലുകൾ. പഠനത്തിൻ്റെ ഭാഗമായി കുട്ടി നേടിയ അറിവിൻ്റെയും ശേഷികളുടെയും നൈപുണ്യത്തിൻ്റെയും മനോഭാവങ്ങളുടെയും രേഖയാണ് അറിവെഴുത്ത്. കുട്ടിയുടെ പഠന പുരോഗതി രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഈ അറിവെഴുത്ത് പരിഗണിക്കുന്നു. അതുകൊണ്ട് തന്നെ നോട്ട് പുസ്തകങ്ങൾക്ക് പകരമുള്ള ഈ അറിവെഴുത്ത് എന്ന പേരും പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ്. തീർച്ചയായും ഇൻ്റർവ്യൂവിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ വാക്ക്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനും സാധ്യതയുണ്ട്. അവസാനമായി ഭാഷോത്സവം. ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട മികച്ച ആവിഷ്കാര പ്രകടിത രൂപങ്ങൾ പൊതുവേദിയിൽ പ്രദർശിപ്പിക്കുന്നതിനും അവതരിപ്പിക്കുന്നതിനും കുട്ടികൾക്ക് അവസരം ഒരുക്കുകയാണ് ഭാഷോത്സവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓരോ ക്ലാസ്സിലെയും മികച്ച അവതരണങ്ങൾ സ്കൂൾ ഭാഷോത്സവത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട പതിപ്പുകളിലെ പ്രദർശനം, അവതരണം മികച്ച കലാപ്രകടനങ്ങൾക്കുള്ള തുറന്ന വേദിയുമാകണം ഈ ഭാഷോത്സവം എന്നത്. ഭാഷോത്സവം ഭാഷാ പഠനത്തിൻ്റെ വിവിധ സാധ്യതകൾ പൊതുജനസമക്ഷം അവതരിപ്പിക്കാനും വിലയിരുത്താനുമുള്ള ഒരവസരമായി കാണാം. എന്തെല്ലാമായിരിക്കാം ഭാഷോത്സവത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? കുട്ടികളുടെ സർഗാത്മക രചനകളുടെ അവതരണം, അതുപോലെ പ്രദർശനം, അതായത് കഥ, കവിത, നിരൂപണങ്ങൾ, ചിത്രങ്ങൾ, കൊളാഷ്, കാർട്ടൂൺ, അതുപോലെ കഥയരങ്ങ്, കവിതയരങ്ങ്, രൂപമാറ്റം വരുത്തിയ സാഹിത്യ സൃഷ്ടികൾ, കയ്യെഴുത്തു മാസികകൾ, പതിപ്പുകൾ, ഡിജിറ്റൽ പതിപ്പുകൾ, ഹ്രസ്വചിത്രം, ഡോക്യുമെൻ്ററി, യാത്രകളുടെ ദൃശ്യാവിഷ്കാരം, റീലുകൾ എന്നിവയെല്ലാം തന്നെ ഭാഷോത്സവത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാമാണ് ഭാഷാ പഠന ക്ലാസ്സുമായി വരുന്ന ചോദ്യങ്ങൾ. ഇതെല്ലാം തന്നെ നമ്മുടെ ഹാൻഡ് ബുക്കിലും ടെക്സ്റ്റ് ബുക്കുകളിലും ഉള്ള ആശയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നും, ഇതിൽ പറയുന്ന ഓരോ പോയിൻറ്റും അത്രയും പ്രധാനപ്പെട്ടതാണ്. താങ്ക് യു. നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഇനി ഏത് ക്ലാസ് ഉൾപ്പെടുത്തണം എന്നുള്ളതും കമൻറ്റായി രേഖപ്പെടുത്താം. നന്ദി.